പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. क्या चाहिए रे तेरे को? दुनिया. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ മീനുകൾക്കറിയില്ല ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങൾ ബോംബെയിൽ കണ്ടു. റോക്കി. നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. ഒരാനയെ നീ കൊല്ലണം. പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴി ഏതെന്ന് അവനറിയില്ല. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. അതിന്റെ അമാനുഷിക ചരിത്രത്തെപ്പറ്റിയും അവൻ അറിവുണ്ടായിരുന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? പേജ് 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. വായിക്കേ. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച് ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത് അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. दुआ है उसके सर पे. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. റോക്കി.
Since 1951. സർ, അത്രയും വലിയ ക്രിമിനലിനെ അവർ അറസ്റ്റ് ചെയ്തില്ലേ? കാലിലും കയ്യിലും സ്വർണ്ണമിട്ടവർക്ക് ഷെയ്ക്ക് ഹാൻഡ് ഈ കോട്ടമതിൽ ഇവിടെ കെട്ടുന്നതിന് മുമ്പേ ഞാനിവിടെയുണ്ട്. അടിമകളായി ജീവിച്ച് അടിമകളായി തന്നെ മരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ധൈര്യം വന്നു, വിശ്വാസവും വന്നു. അവൻ ആര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ബോംബെ നഗരത്തെ ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് ആൻഡ്രൂസ് പറഞ്ഞപ്പോ റോക്കിക്ക് ആ സമുദ്രം പോലും വെറുമൊരു കിണറായി തോന്നി. സമുദ്രം ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് അവൻ അന്വേഷിച്ചു പോയി. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹിയർ ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗരുഡനെ കൊന്നിട്ട് കണ്ടു നിന്നവരുടെ ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം സൈനികരാക്കി മാറ്റിയത്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.